കേസ് അങ്ങനെ കേരള ടു ലഡാക്ക് റൈഡിൽ ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇപ്പം ഞാൻ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലാണ്. ഡൽഹി സെൻട്രൽ ഭാഗത്താണ് ഏകദേശം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡോമെട്രി സ്റ്റേ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ വന്നിട്ട് കേരള ഹൗസ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് ഒക്കെ നമ്മൾ അവിടെയാണ് എടുത്ത് 300 രൂപയാണ്. അപ്പോൾ അവിടെ സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ റൂമിൽ 3 മലയാളികൾ ഉണ്ടായിരുന്നു. ടോട്ടൽ 4 പേര്, ടോട്ടൽ 5 പേരായിരുന്നു. 5 പേര് മാത്രമേ ഈ റൂമിനകത്തുള്ളൂ. അതായത് ഇത്രയും ഒരു ബെഡുണ്ട്. അതിൽ നമ്മളൊരു 5 പേര് മാത്രം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. കൊല്ലത്ത് തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അവരിവിടെ വർക്ക് ചെയ്യുന്നവരാ, റൈഡേഴ്സ് അല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ. ഇന്ന് അല്പം ലേറ്റായിപ്പോൾ, കാരണം ഇന്നലെ കുറച്ച് എന്താ പറയുക എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് രക്ഷപ്പെട്ട് പോകണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ലഡാക്ക് റൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് എത്തണമെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ആരെയും കാണുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ വീഡിയോയ്ക്ക് എത്തും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേട്ട റൈഡ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ എവിടെയെങ്കിലും, എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ എവിടെയെങ്കിലും സ്റ്റേ എടുക്കാനാണ് പ്ലാൻ ആയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം സ്റ്റേ ഇല്ല, അല്ലാണ്ട് ടെൻ്റ് എവിടെയെങ്കിലും പമ്പിലെങ്ങാണ്ടേ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇതുപോലെ എൻ്റെ ചേട്ടൻ പറഞ്ഞു, അടാ നീ ടെൻ്റ് സ്റ്റേ എടുക്കരുത് ഒരിക്കലും, ഇവിടെ ഒരിടത്തും സേഫല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഡൽഹിയിൽ ഒരിക്കലും എടുക്കരുത്, നീ എന്തെങ്കിലും ഡോമെട്രിയോ അല്ലെന്നാണെങ്കിൽ റൂമോ കാര്യങ്ങളോ എന്തെങ്കിലും ഇടില്ലെന്നാണെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റുമെന്നാണെങ്കിൽ നീ ഡൽഹി ഇന്ന് ഓടി വേറെ പഞ്ചാബോ ഹരിയാന ആ സൈഡ് പോയി നീ സ്റ്റേ എടുക്കുക, അതാ നല്ലത്, കുറച്ചുകൂടി ബെറ്റർ അതാന്നൊക്കെ പറഞ്ഞ്. 900 സംതിങ് കിലോമീറ്റർ നമ്മൾ ഇന്നലെ ആൾറെഡി ഓടി. അത് കാരണം ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്ക് പിന്നെ സ്റ്റേ ഇവിടെ ഡൽഹിയിൽ തന്നെ എടുക്കാം, അതേതെങ്കിലും റൂമായിട്ടുള്ള സ്റ്റേ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഡോമെട്രി പോലത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത്. കുഴപ്പമില്ല, കൊള്ളാം, സേഫായിരുന്നു, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല നൈറ്റ് ഡൽഹി കാണാൻ ഭയങ്കര രസമായിരുന്നു. കേസ് അങ്ങനെ നേരെ പമ്പിൽ കയറ്റി എന്തായാലും പെട്രോൾ മിന്നാൻ തുടങ്ങി. ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡെസ്റ്റിനേഷനിൽ ജബുദാബിയാണ് വെച്ചിരിക്കുന്നത്, ജബുദാബി. അതുവരെ പോകാൻ വേണ്ടിയിട്ട് 557 കിലോമീറ്റർ ഉണ്ട്. പെട്രോൾ അടിക്കുക, എന്തെങ്കിലും കഴിക്കുക, നേരെ വിടുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഓയിൽ ചെറിയൊരു ലീക്കുള്ള കാരണമാണെന്ന് തോന്നുന്നു മൈലേജ് നല്ലപോലെ ഡൗൺ ആയ പോലെ ഒരു ഫീലുണ്ട്. എന്തായാലും ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം. ഓയിൽ ടോപ്പ് ബോക്സിൻ്റെ തിരിപ്പുണ്ട്, എന്തായാലും ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ പോയി പെട്രോൾ അടിക്കാൻ, ഇവിടെയാണെങ്കിൽ ചൂടെടുത്തിട്ടാണെങ്കിൽ പഴുത്ത് നിൽക്കണം. ഡൽഹിയിൽ നിന്ന് ജമ്മുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് കേട്ടോ. ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇന്നലെയൊക്കെ മെനഞ്ഞ 2 ദിവസത്തെ മുമ്പേ ആണെങ്കിൽ മഴ എന്നുള്ള ഒരു ഇതായിരുന്നു. ഇപ്പോൾ വെയിലടിച്ചപ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇത് ഈ ഓട്ടത്തിൽ തന്നെ ഇത് ജാക്കറ്റിനകത്തെല്ലാം കടലാണ്, കടൽ ചുമ്മാ ഉള്ള ഒഴുകി കൊണ്ട് വേർത്തിങ്ങനെ വാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹരിയാനയിലാണ് കേട്ടോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹരിയാനയിൽ നല്ല മഴ വേണുണ്ട്. വന്ന വഴിയിൽ നമ്മളെ ഒരു ഭയ്യനെ പിന്നെ ഇത് പരിചയപ്പെട്ടു. പള്ളിക്കാരൻ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചായിരുന്നു, എന്നാലും നിർബന്ധിച്ചിട്ട് ആള് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടോ. ഞാൻ പറഞ്ഞു ഫുഡ് വേണ്ട, എനിക്ക് ജ്യൂസ് എന്തെങ്കിലും മേടിച്ച് തന്നാൽ മതി. ജ്യൂസും പിന്നെ ലേസും മേടിച്ച് തന്നിട്ടുണ്ട്. കഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കാര്യവും പറഞ്ഞിട്ട് बोलो भाई राम राम। ये भाई अभी समालका में है, समालका निकल गए भाई है भाई। हमारे वहाँ राइडर प्यारी बाहर से है भाई, अपने केरला से। तो इनका जितना हुआ भाई हम उतना कर रहे हैं भाई। ये अपने भाई है, आगे चल के जो दिक्कत आए भाई हम बैठे भाई अपने भाई है। ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഭയങ്കര കാര്യമായിട്ട് വിളിച്ചേട്ടാ. ഞാൻ രാവിലെ കഴിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ജ്യൂസ് കഴിച്ചിട്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെ ഒരു രക്ഷയില്ലാത്ത വെയിലും കാര്യമായിരുന്നു, നല്ല മഴയായിരുന്നു. ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടില്ല, നല്ല ചൂടായിട്ട് ബോഡി ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് തണുക്കട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് മഴയൊക്കെ നനഞ്ഞു. ഇപ്പം പുള്ളിക്കാരൻ്റെ എൻട്രി, പുള്ളിക്കാരൻ വന്നിട്ട് കാണിച്ചു കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്, ആളെന്ത് പറഞ്ഞെന്ന് മനസ്സിലായില്ല, നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, എന്തായാലും അടിപൊളി. ഓക്കെ, പുള്ളിക്കാരൻ വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി മുമ്പിലോട്ട് പോകുമ്പോൾ ബാക്കിയൊന്നും ചിത്രം നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, ഓക്കെ ബൈ ബൈ.
ഓക്കെ, ഇയാളാണ് നമുക്ക് ഇവിടെ നിർത്തിയിട്ട്, ഞാൻ ഹൈവേയിൽ വന്നുകൊണ്ടിരുന്നു. മഴ കാരണം നമ്മളിവിടെ ഒരിടത്ത് വണ്ടി നിർത്തിയായിരുന്നു. ജസ്റ്റ് ഈ ഇൻസ്റ്റാ 360യും നമ്മുടെ ഗോപ്രോയൊക്കെ ഒന്ന് ഒരു വയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയായിരുന്നു. വണ്ടി നിർത്തിയപ്പം പെട്ടെന്ന് ഒരാൾ വന്ന് വണ്ടി നിർത്തി. ആൾ വന്നിട്ട് ടക്കന വന്നിട്ട് പിന്നെ ഇത് എവിടെ നിന്ന് വരിക, എവിടെ പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ കേരള ടു ലഡാക്ക് റൈഡാണ് ചെയ്യുന്നത് കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ നേരെ എന്ത് ചെയ്യുന്നറിയാം, കഴിച്ചോന്ന് കേട്ടു. ഞാൻ പറഞ്ഞു ആ കഴിച്ചു എന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല വാ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ച്. ഞാൻ പറഞ്ഞു ഇല്ല പയ്യ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടും ഇല്ല കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച്. ഒരു ജ്യൂസെങ്കിലും കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് 2 ബോട്ടിൽ ജ്യൂസും വാങ്ങിച്ചു തന്ന് 2 ലൈസും വാങ്ങിച്ചു തന്നിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട പയ്യ എനിക്ക് ആൾറെഡി വയറ് നിറഞ്ഞ കേട്ടോ, രാവിലെ കഴിച്ചു വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട പയ്യ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ശരി ഓക്കെ എന്നാൽ ഒരു ജ്യൂസെങ്കിലും കൂടി എന്ന് പറഞ്ഞാൽ 2 ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്ന് കുടിപ്പിച്ച് ലൈസും കഴിപ്പിച്ചിട്ട് പറഞ്ഞ് ആ ശരി ഇനി ഇതിനെ ബോക്സിനകത്ത് ബാഗിനകത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അതും കയ്യിൽ തന്നു വിട്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ സെൽഫി എടുത്ത് പിന്നെ ഇത് എന്നിട്ട് പറഞ്ഞ് ഇതുപോലെ ആളുടെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൈഡ് ചെയ്യുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കിട്ടുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, എനിക്കും വലിയ ഇഷ്ടമാണ് ഇങ്ങനെ റൈഡ് ചെയ്യുന്നവരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തതാ, എന്തായാലും കെയർഫുള്ളായിട്ട് പോയിട്ട് വാ കേസ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പഞ്ചാബിലാണ്. അപ്പോൾ പഞ്ചാബ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ജബുദാബി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു 359 കിലോമീറ്റർ കൂടെ ഉണ്ട് ബാലൻസ്. അപ്പം നമുക്ക് ഇന്നെന്തായാലും അതെത്തും. ഇപ്പോൾ മണി ഒരു 2:17 ആയിട്ടുണ്ട്. ഒരു 9:06 ആകുമ്പോഴെത്തും എന്നാണ് പറയണത്. 9 മണിയൊക്കെ ആകുമ്പോൾ 9 അല്ലെങ്കിൽ 10 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഓക്കെ, ഞാൻ ഓയിലൊക്കെ മാറി ചെയിനൊക്കെ ഒന്ന് ലൂബൊക്കെ ചെയ്തപ്പോഴത്തേക്കും വണ്ടി കിടുവായി, അടിപൊളിയായി, സ്മൂത്തായി ഓട്ടിക്കാൻ. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം ജമ്മു കാശ്മീരിൻ്റെ അടുത്തെത്താറായി. ഇനി ഒരു 110 കിലോമീറ്റർ ഇവിടെ ഉള്ളൂ. പതൻകോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിൽ നിന്നാണ് ജമ്മുവിൻ്റെ ബോർഡറായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനായ ജമ്മു എത്താൻ ഇനി ഒരു 80 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പം മണി 10 ആയിട്ടുണ്ട്. ഇത്രയും ലേറ്റായത് വേറെ ഒന്നുമില്ല, ഇവിടെ സിം എടുക്കണമായിരുന്നു. കാരണം ഞാനത് സിം ഓൾറെഡി എടുത്തിട്ടില്ലായിരുന്നു. സിം എടുക്കണമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഫ്രീ പെയ്ഡ് സിമ്മാണല്ലോ, ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിം എടുക്കണമായിരുന്നു. അപ്പോൾ ആ സിം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡായി. അങ്ങനെ പിന്നെ അടുത്ത് ഫുഡ് കഴിച്ചു. അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജമ്മു പോയിട്ട് അവിടെ സ്റ്റേ എടുക്കാമെന്നാണ് ഒരു പ്ലാന്. പിന്നെ വന്നിട്ട് നമ്മൾ നാളെ എന്തായാലും അടുത്ത ദിവസം റൈഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ റെസ്റ്റ് എടുക്കണം. പിന്നെ നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ഇനി ജമ്മുവിൽ നിന്ന് നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള ഡെസ്റ്റിനേഷൻ പോകുമെന്നുള്ളൊരു പ്ലാനാണ്.